ഹലോ മച്ചമാരെ, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഇന്നും മനുഷ്യർക്ക് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമുണ്ട്. നമ്മുടെ ഈ ഭൂമിയിലല്ലാതെ മറ്റേതെങ്കിലും ഒരു ഗ്രഹത്തില് നമ്മളെ പോലെയുള്ള ജീവൻ ഉണ്ടാവുമോ? അത് അറിയാനുള്ള ക്യൂരിയോസിറ്റി മനുഷ്യന്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഇന്നേ വരെ ശേഖരിച്ചു വെച്ച എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ആസ്ട്രോണറ്റും അദ്ദേഹത്തിന്റെ സംഘവും കൂടെ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹത്തിനരികിലേക്ക് ഒരു വലിയ പ്രൊജക്റ്റുമായിട്ട് ചെല്ലുകയാണ്. ഒരുപാട് വിവരങ്ങൾ അവർക്ക് അവിടുന്ന് ശേഖരിക്കാൻ കഴിഞ്ഞു. എന്നാൽ പെട്ടെന്ന് ഒരു ദിവസം മുതൽ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു മറുപടിയില്ല. അങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷം ഈ ആസ്ട്രോണറ്റിന്റെ മകനായിട്ടുള്ള മേജർ റോയ് വളരെ പ്രഗത്ഭനായിട്ടുള്ള മറ്റൊരു ആസ്ട്രോണറ്റായി മാറുകയാണ്. തന്റെ അച്ഛനും സംഘത്തിനും എന്താ പറ്റിയത് എന്ന് അന്വേഷിക്കാനായിട്ട് ഒരു സാഹസികമായിട്ടുള്ള യാത്ര തന്നെ, അതും സ്പേസിലൂടെ അവൻ നടത്തുകയാണ്. ഇത് മാത്രമായിരുന്നില്ല അവന്റെ ആ ഒരു യാത്രയുടെ ഉദ്ദേശം. കുറച്ച് വർഷങ്ങളായിട്ട് സ്പേസിന്റെ ഏതോ ഒരു ഭാഗത്ത് നിന്നും വളരെ പവർഫുൾ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ പൾസുകൾ രൂപപ്പെട്ട് അത് ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ഇതെന്താണെന്ന് ഭൂമിയിലെ ശാസ്ത്രജ്ഞർക്ക് മനസ്സിലാവുന്നില്ല. ഒരുപാട് നാശനഷ്ടങ്ങൾ ഇതുണ്ടാക്കുകയാണ്. അങ്ങനെ എന്താണ് ഈ ഒരു പവർ, അതിന്റെ സോഴ്സ് എന്താണ്, അവന്റെ അച്ഛൻ എന്താ സംഭവിച്ചത്, ഇതെല്ലാം തേടിക്കൊണ്ട് നെപ്റ്റ്യൂണിന്റെ അടുത്തേക്ക് നമ്മുടെ ഹീറോ ചെല്ലുകയാണ്. എന്തായിരിക്കും അവൻ കണ്ടെത്തിയിട്ടുണ്ടാവുക? കഥയിലൂടെ തന്നെ നമുക്കത് മനസ്സിലാക്കാം. അപ്പൊ പോവല്ലേ കഥയുടെ ഈ മായാ ലോകത്തിലേക്ക്. പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മച്ചന്മാരെ. നമ്മുടെ ഈ ഒരു കാലഘട്ടവും കഴിഞ്ഞ് കുറച്ചധികം വർഷം മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. മനുഷ്യർ കുറച്ചുകൂടെ സയന്റിഫിക്കലി അഡ്വാൻസ് ആയിട്ടുണ്ട്. ആ സമയത്ത് മനുഷ്യർ ഏറ്റവും കൂടുതൽ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏലിയൻ ലൈഫിനെ കുറിച്ചാണ്. അതായത് ഭൂമിയിലല്ലാതെ മറ്റെവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന്. ഇതിനുശേഷം കഥാനായകനായിട്ടുള്ള മേജർ റോയിയെ കാണിക്കുകയാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജോലിയുണ്ട്. ആ ജോലിക്കായിട്ട് അദ്ദേഹത്തിന് കുടുംബത്തിനെ വരെ സാക്രിഫൈസ് ചെയ്ത് അദ്ദേഹം പോവാണ്. അവന്റെ ഭാര്യയ്ക്കൊന്നും ഇതിൽ താല്പര്യമില്ല. കാരണം കുടുംബം വേണ്ട, ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടാണ് മേജർ റോയ് ഇതിന് പോകുന്നത്. അവൻ ചെയ്യുന്ന ജോലി ഏറ്റവും കൂടുതൽ കഴിവ് വേണ്ട, നല്ല ധൈര്യം വേണ്ട ഒരു ജോലി തന്നെയാണ്, ഒരു ആസ്ട്രോനറ്റ്. നിലവിൽ അവനിപ്പോ ജോലി ചെയ്യുന്നത് ഒരു ഇന്റർനാഷണൽ സ്പേസ് ആന്റിനയിലാണ്. അതിന് എന്തോ ചില തകരാറ് വന്നതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മുടെ മേജർ റോയ് പുറത്തേക്ക് പോയിട്ട് അതിന്റെ ആ ഒരു മെയിന്റനൻസ് വർക്ക് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വളരെ ദൂരത്ത് നിന്നുകൊണ്ട് അതിന്റെ ആ ഒരു കാഴ്ച നമ്മളെ കാണിച്ചു തരികയാണ്. അതായത് ആകാശത്തിൽ വലിയൊരു ടവർ കൊണ്ടുവന്ന് വെച്ചതുപോലെയായിരുന്നു ഈ ഒരു ആന്റിന. ഭൂമിയിൽ ഉണ്ടായിരുന്ന മനുഷ്യർ എവിടം വരെ എത്തിയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും ഇതിന്റെ പുറംഭാഗത്തേക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു മേജർ റോയെ പോലെ തന്നെ വേറെയും ആസ്ട്രോണറ്റുകൾ ചില മെയിന്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ എവിടുന്നാന്നറിയില്ല ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു പൾസ്, ഒരു ഇലക്ട്രിക്കൽ ഷോക്ക് പോലെ, അതിനവർ വിളിക്കുന്നത് പവർ സർജ് എന്നാണ്. അതുപോലെ എന്തോ ഒന്ന് അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കാരണം തന്നെ ഈ ഒരു ഇന്റർനാഷണൽ സ്പേസ് ആന്റിന അതിന് ചില തകരാറുകൾ വരികയാണ്. മാത്രമല്ല ഇതൊന്നും കുലുങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാടധികം ആസ്ട്രോണറ്റ് അവരുടെ പിടുത്തം വിട്ട് താഴേക്ക് വീണു പോവാണ്. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ മേജർ റോയ് വേഗം തന്നെ അവിടെയുള്ള പവറും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എന്നാൽ അതിന്റെ ആ ഒരു പവർ കാരണം അവന്റെയും പിടുത്തം വിട്ടു പോവാണ്. നേരെ താഴെ ഭൂമിയിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുകയാണ് അതിവേഗത്തിൽ. അവന്റെ ആ ഒരു വീഴ്ചയെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വലിയ ടവർ കാണിക്കുകയാണ്. അങ്ങ് ഭൂമിയിൽ നിന്ന് തുടങ്ങിയതാണ്, അങ്ങ് ആകാശത്ത് വരെ എത്രയോ കിലോമീറ്റർ നീളത്തിലാണ് ഇതങ്ങനെ ഉണ്ടാക്കി വെച്ചത്. ഇതിനരികിലൂടെ അതിവേഗത്തിൽ തന്നെ നമ്മുടെ മേജർ റോയ് താഴേക്ക് അങ്ങനെ വീണുകൊണ്ടിരിക്കുക. ഒരു ഘട്ടമായ സമയത്ത് അവൻ അവന്റെ ആ ഒരു പാരച്യൂട്ട് ഓൺ ആക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം അത്ര നിസ്സാരമായിരുന്നില്ല. കാരണം മുകളിൽ നിന്ന് വന്ന ഒരു ഇരുമ്പിന്റെ പീസ് കാരണം അതിലൊരു ഹോൾ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ വിചാരിച്ചതുപോലെ ആ ഒരു പാരച്യൂട്ടിനെ അവന് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നീട് അതിസാഹസികമായിട്ട് തന്നെ കുറച്ച് പരിക്ക് പറ്റിയ രീതിയിൽ തന്നെ അവൻ ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്യാണ്. അങ്ങനെ ഇപ്പോ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. നമ്മുടെ ഈ ഒരു മേജർ റോയ് ആണെങ്കിൽ അത്യാവശ്യം റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്. ഈ സമയത്ത് വാർത്തയിലൂടെ എന്താണ് അന്ന് ശരിക്കും സ്പേസിൽ സംഭവിച്ചത് എന്ന് അവൻ കേൾക്കുകയാണ്. ഔട്ടർ സ്പേസിൽ നിന്ന് വന്ന അതിശക്തമായിട്ടുള്ള ഒരു പവർ സർജ്. പക്ഷേ അത് എവിടുന്ന് വന്നു, അതെങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. എന്നാൽ ഇവരുടെ ഒരു ഇന്റർനാഷണൽ സ്പേസ് ആന്റിനയ്ക്ക് മാത്രമല്ല ഇങ്ങനെയൊരു അപകടം സംഭവിച്ചത്. സ്പേസിലുള്ള ഒരുപാടധികം സാറ്റലൈറ്റ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്, ഇതിനൊക്കെ ഇതുപോലെ തകരാറുകൾ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്തായാലും മേജർ റോയെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ, സ്പേസ് കോം, അവര് വിളിപ്പിക്കുകയാണ് എന്താണ് ശരിക്കും അന്ന് അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ മേജർ റോയ് അങ്ങോട്ടേക്ക് പോവാണ്. ആ കമ്പനിയിലെ പ്രധാനപ്പെട്ട ആൾക്കാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവർ പിന്നീട് അന്നത്തെ അപകടവുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല ഇവർക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ധൈര്യശാലിയായിട്ടുള്ള ഒരു ആസ്ട്രോണറ്റ് തന്നെയാണ് നമ്മുടെ മേജർ റോയ്. എന്തായാലും അന്ന് അവിടെ നടന്ന കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ഈ റോയുടെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുകയാണ്. അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി. ഒരു ഭാര്യയുണ്ട്, പക്ഷേ കുട്ടികളൊന്നുമില്ല. അതെന്താ കുട്ടികളില്ലാത്തത്? ഈ സമയത്ത് മേജർ റോയ് ഒരു ഉത്തരം കൊടുക്കുകയാണ്. അതായത് എനിക്ക് എന്റെ പെണ്ണിനെ തന്നെ മര്യാദക്ക് നോക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഒരു കുഞ്ഞുണ്ടെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെയാണ് അതിനെ കൂടെ കെയർ ചെയ്യുക? ഇത്രയും ടഫ് ആയിട്ടുള്ള ഒരു ജോലി ആയതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ വേണ്ടാന്ന് വെച്ചതാണ്. ഓക്കെ, എന്തായാലും ഫാമിലി, നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം അവിടെ നിൽക്കട്ടെ. നിന്നെ എന്തിനാ വിളിപ്പിച്ചത് എന്ന് ഞങ്ങൾ പറയാം. അതായത് നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം ഉണ്ടല്ലോ, അതിന്റെ ഒരു വിചിത്രമായിട്ടുള്ള ഫോട്ടോ ഇവരെടുത്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള എനർജിയുടെ റിലീസ് ഇവർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഒരു ഗ്രഹത്തിന്റെ അരികിൽ നിന്നും ഇതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജി ഉണ്ടാവുന്നത് എന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ ശരി, പക്ഷേ ഇവിടെ വെച്ച് ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് മേജർ റോയ് ചോദിക്കുകയാണ്. ഇപ്പൊ അവിടെയുള്ള പ്രധാന ഉദ്യോഗസ്ഥർ പറയാണ്, നീ ലേമ പ്രൊജക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്, ഞാൻ കേട്ടിട്ടുണ്ട്. അതായത്
അതായത് ഔട്ടർ സ്പേസിൽ ഇന്റലിജന്റ് ലൈഫ്, ജീവനുള്ള വസ്തുക്കൾ ഉണ്ടോ എന്ന് തേടിപ്പോയ ഒരു മിഷനായിരുന്നു ഈ ലിമ പ്രൊജക്ട്. അതിന്റെ ലീഡർ ആയിട്ടുണ്ടായിരുന്നത് അവന്റെ അച്ഛനായിട്ടുള്ള കേണൽ ക്ലിഫോർഡ് ആയിരുന്നു. 10-20 വർഷങ്ങൾക്ക് മുന്നേ തുടങ്ങിയ ആ ഒരു യാത്ര കുറെയൊക്കെ പ്രോഗ്രസ് ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും കുറച്ചധികം വർഷങ്ങളായിട്ട് അവരുടെ ഭാഗത്തുനിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അതായത് കംപ്ലീറ്റ്ലി ആ ഒരു മിഷൻ ഫെയിലായി. അന്ന് അതിൽ പോയ എല്ലാവരും മരണപ്പെട്ടു പോയി എന്ന് തന്നെയാണ്. ആ കൂട്ടത്തില് അതിലെ ലീഡർ ആയിട്ടുള്ള അവന്റെ അച്ഛനായിട്ടുള്ള മേജർ ക്ലിഫോർഡ് മരണപ്പെട്ടിട്ടുണ്ട്. ഇത് തന്നെയല്ലേ ലിമ പ്രൊജക്ട് എന്നിപ്പോ മേജർ റോയ് ചോദിച്ചപ്പോ മേജർ റോയോട് ആ ഉദ്യോഗസ്ഥർ പറയുന്നത് നീ അറിയാത്ത വേറെയും ചില രഹസ്യങ്ങളുണ്ടെന്നാ. അത് നിനക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കുറച്ച് അത്ഭുതത്തില് മേജർ റോയ് അതെന്താണെന്ന് ചോദിക്കുകയാണ്. നീ വിചാരിക്കുന്നത് പോലെ നിന്റെ അച്ഛൻ മരണപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഇപ്പോഴും ജീവനോടുണ്ട്. നെപ്റ്റ്യൂണിന്റെ ആ ഒരു ഭാഗത്ത് എവിടെയോ ആണ്. പക്ഷേ പലതരം ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ സ്ഥലം നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല അൺവാണ്ടഡ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പവർ സർജ്, ഇതും അന്ന് നമ്മൾ അങ്ങോട്ടേക്ക് അയച്ച ആ ഒരു സ്പേസ് ഷിപ്പുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട്. അത് നീ കണ്ടുപിടിക്കണം. മാത്രമല്ല നീ നിന്റെ അച്ഛനുമായിട്ട് സംസാരിക്കണം. അത് ഈ ഭൂമിയിൽ നിന്ന് പറ്റില്ല. നേരെ ചൊവ്വാഗ്രഹത്തിലേക്ക് പോകണം. അവിടെ നമ്മുടെ സ്റ്റേഷനുണ്ട്. അവിടെ വെച്ചേ അത് നടക്കുള്ളൂ എന്ന് പറയണം. ഇതിന് തയ്യാറാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് മേജർ റോയ് കണ്ണും പൊട്ടി സമ്മതിക്കുകയാണ്. കാരണം അവന്റെ അച്ഛൻ മരിച്ചുപോയി എന്ന് കരുതിയതാണ്. ആ സമയത്താണ് അദ്ദേഹം ജീവനോടുണ്ട് എന്ന് അവൻ അറിയുന്നേ. അവനിപ്പോ ഇതിന് സമ്മതിക്കാതിരിക്കോ? എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് നേരിട്ട് ചൊവ്വയിലേക്ക് പോകാൻ കഴിയില്ല. ആ ഒരു പവർ സർജ് കാരണം ഇവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ചന്ദ്രനിലേക്ക് പോകണം. അവിടുന്ന് വേണം ചൊവ്വയിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഈ ഒരു മിഷന് അവൻ ഓക്കെ എന്ന് പറയാണ്. പക്ഷെ ഒറ്റയടിക്കൊന്നും ഈ ഒരു യാത്ര ചെയ്യാൻ കഴിയില്ല. അതിന് മുന്നേ ആയിട്ട് ചില ശാരീരികമായിട്ടുള്ളതും മെന്റൽ ആയിട്ടുള്ളതും പ്രിപ്പറേഷൻ അവൻ നടത്താനുണ്ട്. അതിനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പുകൾ അവൻ നടത്തുന്ന ആ ഒരു സമയത്ത് അവന്റെ അച്ഛനെ കുറിച്ച് അവനിങ്ങനെ ആലോചിക്കുകയാണ്. അവനൊരു 10-15 വയസ്സ് അതുള്ള സമയത്താണ് അവന്റെ അച്ഛൻ ഇതുപോലെ സ്പേസിലേക്ക് പോയത്. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ല. ഇത്രയും കാലം മരിച്ചു എന്ന് വിചാരിച്ച ആളാണ്. അദ്ദേഹത്തെ വീണ്ടും കാണാൻ പറ്റുമല്ലോ, സംസാരിക്കാൻ പറ്റുമല്ലോ എന്നുള്ള ആ ഒരു പ്രതീക്ഷ അവന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല അവന്റെ അച്ഛന്റെ ഭാഗത്തുനിന്ന് മെസ്സേജ് കിട്ടിയ സമയത്ത് അവരയച്ച ഒരു വീഡിയോ റെക്കോർഡർ ഉണ്ടായിരുന്നു. അതിപ്പോ നമ്മുടെ മേജർ റോയ് നോക്കുകയാണ്. അപ്പൊ അതിൽ അവന്റെ അച്ഛൻ പറയുന്നത് ഞങ്ങളിപ്പോ ഈ ഒരു ജൂപ്പിറ്ററിനെ ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ നെപ്റ്റ്യൂണിന്റെ അടുത്തേക്ക് എത്താൻ പോവുക. ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെടുന്ന പല കാഴ്ചകളും ഞങ്ങൾ എല്ലാവരും കാണുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കില്ല. ഉറപ്പാണ് ഈ ഒരു മിഷനുമായിട്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണെങ്കിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി ഞങ്ങൾക്ക് കഴിയുന്ന ഭയങ്കര ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് മേജർ ക്ലിഫോർഡ് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ വിധി എന്തോ എന്നാണ് അവർക്ക് വേണ്ടി കരുതി വെച്ചത്. പക്ഷെ അതെന്താണെന്ന് നമുക്കറിയില്ല. മുന്നോട്ടേക്ക് പോയാൽ മാത്രമേ അത് നമുക്ക് കണ്ടെത്താൻ കഴിയുള്ളൂ. ഇതേ സമയത്ത് തന്നെ മേജർ ക്ലിഫോർഡിന്റെ ഒരു സുഹൃത്തായിട്ടുള്ള മേജർ തോമസ് അങ്ങോട്ടേക്ക് വരികയാണ്. ഇതേ കമ്പനിയിൽ 31 വർഷമായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. ഈ മേജർ തോമസ് ഇങ്ങോട്ടേക്ക് വന്നത് നമ്മുടെ റോയുടെ ആ ഒരു മെന്റൽ ഹെൽത്ത് എല്ലാം ഓക്കെ ആണോ എന്ന് നോക്കാനായിട്ടാണ്. അതിന്റെ കൂടെ തോമസ് മറ്റൊരു കാര്യം കൂടെ പറയാണ്. അതായത് നമുക്ക് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ എല്ലാവരിൽ നിന്നും അയാൾ മറഞ്ഞിരിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ എന്തിനായിരിക്കും അയാൾ അങ്ങനെ ചെയ്യുന്നത്? എന്തായാലും അതെല്ലാം മുന്നോട്ടേക്ക് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇപ്പൊ നമ്മുടെ മേജർ റോയ് എല്ലാ രീതിയിലും തയ്യാറെടുത്തിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും ഇപ്പൊ ഒരു റോക്കറ്റ് ചന്ദ്രനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അതിലിപ്പോ നമ്മുടെ മേജർ റോയും ഉണ്ട്, കേണൽ തോമസും ഉണ്ട്, പിന്നെ വേറെയും ചില ആൾക്കാരുണ്ട്. അങ്ങനെ ഭൂമിയിൽ നിന്നും ആ ഒരു റോക്കറ്റ് പുറപ്പെടുകയാണ് ചന്ദ്രനെ ലക്ഷ്യമാക്കി. പോകുന്ന സമയത്ത് തന്നെ ഇവർക്ക് എല്ലാവർക്കും പല മെസ്സേജുകളും വരുന്നുണ്ട്. അതായത് കറക്റ്റ് ആയിട്ട് മൂണിലെ ഇവരുടെ ബേസിലേക്ക് തന്നെ ഇവർ പോയി ഇറങ്ങണം. കാരണം മൂൺ പഴയതുപോലെയല്ല, പലരും ഇവിടെ ബേസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ എവിടെയെങ്കിലും ചെന്നിറങ്ങിയാൽ അത് അവർക്ക് അത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല. എന്തായാലും പറഞ്ഞതുപോലെ കറക്റ്റ് ലൊക്കേഷനിലേക്ക് ഇവർ വന്നിറങ്ങുകയാണ്. ചന്ദ്രനിലെ അവരുണ്ടാക്കിയ ആ ഒരു ബേസിൽ ഒരുപാടധികം സയന്റിസ്റ്റുകൾ അവരുടെ ആ ഒരു ഫാമിലിയൊക്കെ ആയിട്ട് കുറെ ആൾക്കാർ അവിടെ ഉണ്ട് കേട്ടോ. മാത്രമല്ല ഇതിനുശേഷം ഈ ഒരു വലിയ ഫെസിലിറ്റി ഉണ്ടല്ലോ, ഇതിനടിയിലൂടെ ഒരു വലിയ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതിലൂടെയാണ് ഇപ്പൊ മേജർ റോയും കേണൽ തോമസ് ഒക്കെ പോകുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് തോമസ് ഒരു കാര്യം അവനോട് പറയുന്നുണ്ട്. ഇവിടെ നിന്ന് നീ നേരെ ഇപ്പൊ പോകുന്നത് ചൊവ്വാഗ്രഹത്തിലേക്കാണ്. അവിടെ വെച്ച് തന്നെ ഈ സ്പേസ് കോമിന്റെ മറ്റൊരു സ്പേസ് ഷിപ്പിലാണ് നിങ്ങൾ നെപ്റ്റ്യൂണിന്റെ അടുത്തേക്ക് പോവാ. നിന്റെ കൂടെ വേറെയും ടീം മെമ്പേഴ്സ് ഉണ്ടാവും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നിന്റെ മിഷൻ എന്നതിനെ കുറിച്ച് അവർക്കൊരു ധാരണയില്ല. അത് മറച്ചു വെക്കേണ്ടത് നിന്റെ ചുമതലയാണ്. ഇനിയിപ്പോ നമ്മൾ പോകാൻ പോകുന്നത് ആ ഒരു സ്ഥലം അത്ര സേഫ് അല്ല. വരാൻ നേരത്തെ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജും കാര്യങ്ങളും കിട്ടിയതാണല്ലോ. ഇതെല്ലാം പറയുമ്പോഴും നമ്മുടെ റോയുടെ തലയിലേക്ക് ഇതൊന്നും കയറുന്നില്ല. അച്ഛനെ കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് അവന്റെ മൈൻഡിൽ. എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ കൂടെ പോയ ആൾക്കാർ അവർക്കൊക്കെ എന്ത് പറ്റി? എന്തായാലും ആ ഒരു യാത്ര പിന്നീട് ചെന്ന് നിൽക്കുന്നത് മറ്റൊരു ചെറിയ സ്ഥലത്താണ്. അവിടുന്ന് ഒരു 3 റോവറിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഒന്നിൽ നമ്മുടെ മേജർ റോയും അതുപോലെ തന്നെ കേണൽ തോമസും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ. പിന്നെ ബാക്കിയുള്ള 2 റോവറുകളിൽ മിലിറ്ററിക്കാരാണ്. കാരണം ഇവർ ഈ ചന്ദ്രന്റെ ഈ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണം. അവിടെയാണ് ചൊവ്വയിലേക്ക് പോകാനുള്ള സ്പേസ് ഷിപ്പും കാര്യങ്ങളും ഉള്ളത്. എന്നാൽ ഈ ഒരു യാത്രയിൽ എപ്പോ വേണമെങ്കിലും ഇവർ ആക്രമിക്കപ്പെട്ടേക്കാം. കാരണം തോന്നിയതുപോലെ ഈ ചന്ദ്രനിൽ പല ആൾക്കാർ വന്ന് കൂടിയിട്ടുണ്ട്. സോ ഇവർ കൊണ്ടുപോകുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചു മാറ്റാനായിട്ട് അവരൊരു കൊള്ള വരെ നടത്തിയേക്കാം. അതുകൊണ്ടാണ് ഇങ്ങനെ മിലിറ്ററിക്കാർ അവരുടെ കൂടെ വരുന്നത്. എന്തായാലും ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് കാണുമ്പോൾ അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയായിട്ട് തോന്നും. എന്നാൽ അതിന് പിന്നിലെ ആ അപകടം അത് എത്രത്തോളാണെന്ന് അവിടെ ഉള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെ ചന്ദ്രന്റെ ആ പ്രതലത്തിലൂടെ അവർ പോകുന്ന സമയത്ത് കറുത്തിരുണ്ട ആ ഒരു സ്പേസിൽ വെച്ച് നമ്മുടെ ഭൂമിയെ അവർ കാണുകയാണ്. ദാ കണ്ടോ, നീല നിറത്തിലുള്ള ആ ഒരു ഗ്രഹം. അവിടെയാണ് നമ്മൾ ഉണ്ടായത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ, ഞാൻ, നമ്മൾ എല്ലാവരും നിൽക്കുന്നത് ഇതുപോലുള്ള ഒരു നീല
നീലഗോളത്തിലാണ്. നമ്മുടെ ഭൂമി നിൽക്കുന്നത് എവിടെയാണ്? ആ ഒരു ഇരുണ്ട പ്രദേശത്ത്. എന്താണ് ആ ഒരു ഇരുണ്ട പ്രദേശം? നമ്മളെല്ലാവരെയും താങ്ങി നിർത്തുന്ന ആ ഇരുണ്ട വസ്തു എന്താണ്? എന്തൊക്കെയാണെന്ന് നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. തൽക്കാലം ഇപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ട, ഈ കഥ നിങ്ങൾ കേട്ടാൽ മതി. അങ്ങനെ ആ ഒരു 3 റോവറിൽ ഇവര് മുന്നോട്ടേക്ക് പോകുമ്പോൾ ദൂരെ നിന്നും വേറെ 2 റോവറുകൾ വരുന്നത് കാണാണ്. അത് തന്നെ ചന്ദ്രനിലെ കൊള്ളക്കാര്. പെട്ടെന്ന് തന്നെ ഇവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി വന്ന ആ ഒരു മിലിറ്ററിക്കാര് അവരെ അലേർട്ടുകയാണ്. മാത്രമല്ല ഈ കൊള്ളക്കാരും മിലിറ്ററിക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫയറിംഗ് നടക്കുന്നുണ്ട്. അതിൽ ഒരുപാട് അപകടം നടക്കുകയാണ്. കൂടാതെ ആ ഒരു കൊള്ളക്കാരുണ്ടല്ലോ 2 റോവറുകൾ തകർക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേണൽ തോമസും മേജർ റോയും വരുന്ന ആ ഒരു റോവർ മാത്രമേ ബാക്കിയുള്ളൂ. സാഹസികമായിട്ട് തന്നെ ആ ഒരു കൊള്ളക്കാരിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിവേഗത്തിൽ വന്ന ഈ കൊള്ളക്കാരുടെ റോവർ ഉണ്ടല്ലോ നമ്മുടെ മേജർ റോയുടെ ആ ഒരു റോവറിനിട്ട് ഒരു തട്ട് കൊടുക്കുകയാണ്. അതിൽ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു ഗർത്തത്തിലേക്ക് ഇവരുടെ ഒരു വാഹനം ചെന്ന് വീഴുന്നുണ്ട്. എന്നാൽ ഇത് ഭൂമിയല്ല, ഇത് ചന്ദ്രനാണ്. അവിടെ ഗ്രാവിറ്റി കുറവാണ്. നമ്മുടെ ഭൂമിയിൽ വന്ന് വീഴുന്ന അത്ര ഫോഴ്സിലൊന്നും ഇവിടെ സാധനങ്ങൾ വന്ന് വീഴില്ല. അതുകൊണ്ട് തന്നെ വലിയൊരു ആഘാതം ഏൽപ്പിക്കാതെ കുറച്ചധികം ദൂരത്തേക്ക് ഈ കിട്ടിയ ഇടയിൽ ഇവർ തെറിച്ചു പോയി ലാൻഡ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കൊള്ളക്കാരിൽ നിന്നും ഒരുപാട് അകലെയായിട്ട് ഇവർ എത്തിപ്പോ. പിന്നീട് ഒന്നും നോക്കിയില്ല, പരമാവധി വേഗത്തിൽ ഈ റോവറിനെ ഇവർ കൊണ്ടുപോവാണ്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും ആ ഒരു ലോഞ്ച് പാഡിലേക്ക് എത്തുകയാണ്. എന്നാൽ ഇവിടെ വെച്ച് ചൊവ്വയിലേക്ക് പോകാനായിട്ട് ഈ ഒരു കേണൽ തോമസിന് കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇയാൾക്ക് ഒരുപാട് പ്രായമായിട്ടുണ്ട്. കഴിഞ്ഞ ആ ഒരു ആക്രമണത്തിൽ ഇയാൾക്ക് വല്ലാതെ പരിക്കും പറ്റിയിട്ടുണ്ട്. സോ ഇയാൾ ഈ ഒരു ബേസിൽ തന്നെ നിൽക്കാൻ പോവാണ്. മേജർ റോയോട് മാത്രം പോകാൻ വേണ്ടി പറയുന്നുണ്ട്. അതിനു മുന്നേ കേണൽ തോമസ് അവനൊരു കാര്യം കൊടുക്കുകയാണ്. അതായത് ഈ തോമസിന് വേണ്ടിയിട്ട് സ്പേസ് കോം സീക്രട്ട് ആയിട്ട് അയച്ച ഒരു മെസ്സേജ്, അത് നീ എന്തായാലും ഒഴിവ് കിട്ടുമ്പോൾ ആരും കാണാതെ നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇത് പവന് കൊടുക്കുകയാണ്. എന്തായാലും ഇതിനുശേഷം വേഗം തന്നെ ആ ഒരു റോക്കറ്റിൽ പോയിട്ട് മേജർ റോയ് കയറുകയാണ്. അധികം വൈകാതെ ചന്ദ്രനിൽ നിന്നും ഇത് പുറപ്പെടുകയാണ്. അങ്ങനെ ബഹിരാകാശത്തെത്തിയതിനു ശേഷം അതിന്റെ ആ ഒരു യാത്രയിൽ ഏകദേശം 19 ദിവസം എടുക്കും തോന്നുന്നു ചൊവ്വയിൽ എത്താനായിട്ട്. അങ്ങനെ നല്ലൊരു അവസരം കിട്ടിയ സമയത്ത് നമ്മുടെ കേണൽ തോമസ് കൊടുത്ത ആ ഒരു ചിപ്പ് ഉണ്ടല്ലോ, അതിൽ എന്ത് മെസ്സേജ് ആണ് ഇയാൾക്ക് വേണ്ടി സ്പേസ് കോം അയച്ചത്? അതിപ്പോ മേജർ റോയ് ആരും കാണാതെ പോയിട്ട് നോക്കുകയാണ്. ആക്ച്വലി അതിലിപ്പോ ഈ ഒരു സ്പേസ് കോം തോമസിനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പേസ് കോമിലെ അധികാരികൾ പറഞ്ഞ കാര്യം എന്താണ്? കേണൽ ക്ലിഫോർഡും അദ്ദേഹത്തിന്റെ സംഘവും പോയ ആ ഒരു സ്പേസ് ഷിപ്പ്, അതായത് ലിമ പ്രൊജക്റ്റുമായിട്ട് പോയ ആ ഒരു സംഘം, അവരെ ഇതുവരെയായിട്ടും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നല്ലേ? എന്നാൽ യഥാർത്ഥത്തിൽ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു സമയം വരെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എല്ലാം പറ്റിയിരുന്നു. എന്നാൽ മനഃപൂർവ്വം തന്നെ മേജർ റോയുടെ അച്ഛനായിട്ടുള്ള ക്ലിഫോർഡ് ഇതിനൊരു തകരാറ് വരുത്തി. അയാൾ മറ്റെന്തൊക്കെയോ ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. ഇപ്പൊ റോയ് ചൊവ്വയിലേക്കല്ലേ പോകുന്നത്. അവിടെ എത്തിയിട്ടും ക്ലിഫോർഡിനെ കോൺടാക്ട് ചെയ്തിട്ട് യാതൊരു മറുപടി ഇല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഒരു സംഘത്തിനെ അയച്ച് അത് പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയാനാണ് ഇപ്പൊ സ്പേസ് കോമിന്റെ പദ്ധതി എന്ന് പറയുന്നത്. സോ ഈ ഒരു കാര്യം കേട്ട് നമ്മുടെ മേജർ റോയ് ഒന്ന് ഷോക്കായി പോവാണ്. കാരണം അവന്റെ അച്ഛനെ കൊല്ലാൻ തന്നെയാണ് ഇവർ പ്ലാൻ ഇട്ടിരിക്കുന്നത്. എന്താണ് ശരിക്കും അവന്റെ അച്ഛനും അവന്റെ അച്ഛന്റെ കൂടെ പോയ അവന്റെ ആ ഒരു ടീം മെമ്പേഴ്സിന് സംഭവിച്ചത്? എന്ത് മിസ്റ്ററിയാണ് അവിടെ സംഭവിച്ചത്? ഇതൊക്കെ അറിയാനായിട്ട് മേജർ റോയ്ക്ക് ഭയങ്കരമായിട്ടുള്ള താല്പര്യം, ക്യൂരിയോസിറ്റി ഒക്കെ തുടങ്ങുകയാണ്. എന്നാൽ ഇതേ സമയം തന്നെ ഇവർ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് പതിയെ സ്ലോ ആവുന്നത് റോയ് ശ്രദ്ധിക്കുകയാണ്. ഇതെന്താണെന്ന് ക്യാപ്റ്റനോട് ചോദിച്ച സമയത്ത് ഇവർക്ക് മറ്റേതോ ഒരു ഷിപ്പിൽ നിന്നും ഒരു മെസ്സേജ് വരുന്നുണ്ട്. സോ അതിന്റെ അടുത്തേക്ക് ഇവർ അടുപ്പിക്കാൻ വേണ്ടി പോവാണ്. എന്നാൽ റോയ് പറയാണ്, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നത്? വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു മിഷനുമായിട്ടാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഇതൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? അപ്പൊ ആ ഒരു ക്യാപ്റ്റൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സീക്രട്ട് ആയിട്ടുള്ള മിഷൻ? അത് നിനക്ക് പറയാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. പക്ഷേ അത് ഇവിടെ വെച്ച് പറയാനായിട്ട് നമ്മുടെ റോയ്ക്ക് യാതൊരു നിർവാഹവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് മെസ്സേജ് കിട്ടിയ ആ സ്പേസ് ഷിപ്പിലേക്ക് ഇവർ പോവാൻ തന്നെ തീരുമാനിച്ചു. പതിയെ ഇവരുടെ ഷിപ്പിനെ അവർ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇതിനുശേഷം റോയും അതിൽ ആ ഒരു ക്യാപ്റ്റനും കൂടെ സ്പേസിലേക്ക് ഇറങ്ങിയിട്ട് നേരെ ഇവർ കണ്ട ഇവർക്ക് മെസ്സേജ് വന്ന ആ ഷിപ്പിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഇവരവിടെ എത്തിയിട്ട് കുറെയൊക്കെ വിളിച്ചു നോക്കി. എന്നാൽ ഉള്ളിൽ നിന്നും യാതൊരു റെസ്പോൺസും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ഷിപ്പിന്റെ ക്യാപ്റ്റനും നമ്മുടെ മേജർ റോയും കൂടെ ഇതിനുള്ളിലേക്ക് പോവാണ്. അതിനുള്ളിൽ ആകെ ശൂന്യമായിട്ട് കിടക്കുകയാണ്. ഇതിനുള്ളിൽ ഒരു ആസ്ട്രോയിന്റും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ മെസ്സേജ് വന്നത്? ചിലപ്പോൾ കംപ്ലൈന്റ് കൊണ്ടായിരിക്കണം. ഇവിടെ ഉള്ളവർക്കൊക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക? ഇതറിയാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഇവർ രണ്ടുപേരും 2 ഭാഗത്തേക്ക് തിരിഞ്ഞ് അങ്ങനെ പോയി നോക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ റോയ് നോക്കുമ്പോൾ അവന്റെ കൂടെ വന്ന ക്യാപ്റ്റന് ഒരു അനക്കമില്ലാതെ അങ്ങനെ നിൽക്കാണ്. വിളിച്ചു നോക്കുന്നുണ്ട്, യാതൊരു റെസ്പോൺസും ഇല്ല. ഇയാളെന്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന് കരുതിയിട്ട് നമ്മുടെ റോയ് അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഞെട്ടിപ്പോവാണ് അവിടെ ഒരു കാഴ്ച കണ്ടിട്ട്. കാരണം ഇതൊരു ബയോളജിക്കൽ ലാബായിരുന്നു. ഈ ലാബിലേക്ക് പരീക്ഷണത്തിനായിട്ട് കൊണ്ടുവന്ന ഒരു വലിയ ഗൊറില്ലയാണോ ചിമ്പാൻസിയാണോ എന്താ അറിയില്ല, അതിന്റെ രൂപക്കാകെ മാറിപ്പോയിട്ടുണ്ട്. എക്സ്ട്രീംലി അത് വയലന്റ് ആയിട്ടുണ്ട്. അതിന്റെ ആ ഒരു ആക്രമണം കാരണം ഇവന്റെ കൂടെ വന്ന ക്യാപ്റ്റന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും റോയെ കണ്ടപാട് ഭയങ്കര അഗ്രസീവായിട്ട് ഈ ഒരു കുരങ്ങൻ അവന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എങ്ങനെയൊക്കെയോ അതിനോട് ഫൈറ്റ് ചെയ്ത് അതിനെ ആ ഒരു ചേംബറിൽ ഉന്തിയിട്ടിട്ട് ഈ ക്യാപ്റ്റനുമായിട്ട് വേഗം തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വേഗം അത് ക്ലോസ് ചെയ്തു. എന്നിട്ട് അതിന്റെ ഉള്ളിൽ ആ ഒരു പ്രഷർ കൂട്ടി വെക്കുകയാണ്. ഉടനെ തന്നെ ആ ഒരു കുരങ്ങാണെങ്കിലോ പ്രഷർ കാരണം പൊട്ടിച്ചെതറുന്നുണ്ട്. വേഗം തന്നെ റോയ് ഇപ്പൊ ക്യാപ്റ്റനുമായിട്ട് അവരുടെ ഷിപ്പിലേക്ക് എത്തുകയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ ജീവൻ അത് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇവിടെ വേറെ വഴിയൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ബോഡി ഇവർക്ക് സൂക്ഷിക്കാനൊന്നും കഴിയില്ല. ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ, സ്പേസിലേക്ക് ആ ഒരു ബോഡിയെ ഇവർ ഇട്ട് കളയാണ്. എന്തായാലും ഇതിനുശേഷം ഇവരുടെ യാത്ര മുന്നോട്ടേക്ക് തന്നെ. ചൊവ്വാഗ്രഹമാണ് ഇവരുടെ ആ ഒരു ലക്ഷ്യം. അങ്ങനെ അവസാനം ഏകദേശം 19 ദിവസങ്ങൾക്ക് ശേഷം ഇവർ ചൊവ്വാഗ്രഹത്തിന്റെ സ്പേസിന്റെ ഭാഗത്തേക്ക് എത്തുകയാണ്. പിന്നീട് പതിയെ ഇവരുടെ ആ ഒരു സ്പേസ് ഷിപ്പ് അതിലേക്ക് ലാൻഡ് ചെയ്യാൻ
ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള ആ ഒരു പവർ സെർച്ച് അപ്പൊ ഉണ്ടാവുകയാണ്. അതുകൊണ്ട് ഇവർ വിചാരിച്ചതുപോലെ മര്യാദക്ക് ഈ ഒരു ഷിപ്പിനെ ഇവർക്ക് ചൊവ്വയിൽ കൊണ്ടുപോയിട്ട് ലാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ടുള്ള ഇഷ്യൂസ് വരികയാണ്. സോ അത് കൺട്രോൾ ചെയ്യുന്ന ബാക്കിയുള്ള ആസ്ട്രോണറ്റ് എല്ലാം ഭയങ്കരമായിട്ട് പേടിച്ചു പോവാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ റോയും കൂടെ കൺട്രോൾ ചെയ്തുകൊണ്ട് ഭയങ്കര സേഫ് ആയിട്ട് തന്നെ അവസാനം ഈ ഒരു സ്പേസ് ഷിപ്പിനെ ഇവർ ചൊവ്വയിലേക്ക് ഇറക്കുകയാണ്. സേഫായി ഇത് കണ്ടപ്പോഴാണ് ബാക്കിയുള്ള ആസ്ട്രോണറ്റിന് അവരുടെ ശ്വാസം തിരിച്ചു കിട്ടിയത്. അത്രക്കും ഇവരൊക്കെ ഭയന്നു പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇതിനുശേഷം ചൊവ്വയിലേക്ക് ഇവർ വന്നല്ലോ. അവിടെ ഇവർക്കായിട്ട് ഒരു ബേസ് ഉണ്ടാവുമല്ലോ. ആ ബേസിലേക്ക് ഇവരെത്തുകയാണ്. ഇവരുടെ കാര്യങ്ങളൊക്കെ അവിടെ വെച്ച് നോക്കുന്നത് ഒരു ലേഡിയാണ്. ഹെലൻ എന്നാണ് ആ ഒരു ലേഡിയുടെ പേര്. ഇവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ മാത്രമേ ഈ ഹെലന് അധികാരമുള്ളൂ. അതുകൊണ്ട് തന്നെ അവന് വേണ്ട ഒരു ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഹെലൻ നമ്മുടെ റോയെ മറ്റൊരു സെക്ഷനിലേക്ക് കൊണ്ടുപോവാണ്. എന്നാൽ അങ്ങോട്ടേക്ക് കടക്കാനുള്ള പെർമിഷൻ ഒന്നും ഹെലനില്ല. മറ്റൊരാൾ വന്നിട്ടാണ് റോയെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ വെച്ചാണ് റോയ്ക്ക് നൽകപ്പെട്ട ആ ഒരു മിഷൻ അവൻ ചെയ്യേണ്ടത്. അതായത് അവന്റെ അച്ഛനുമായിട്ട് അവൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പക്ഷെ എന്താണ് സംസാരിക്കേണ്ടത്, ആ ഒരു ഓഡിയോ മെസ്സേജ് അതെന്താണെന്നുള്ള കാര്യമൊക്കെ സ്പേസ് കോം എഴുതി കൊടുത്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ അവൻ നോക്കി വായിക്കാണ്. കേണൽ ക്ലിഫോർഡ്, ഇത് ഞാനാണ്, നിങ്ങളുടെ മകൻ മേജർ റോയ്. നിങ്ങൾ മരിച്ചു എന്നാണ് ഞങ്ങൾ കരുതിയത്, എന്നാൽ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴായിട്ട് നമ്മുടെ ഈ ഒരു സോളാർ സിസ്റ്റത്തിൽ ഉണ്ടായിട്ട് വരുന്ന ആ ഒരു പവർ സെർച്ച് അത് ഉണ്ടാവുന്നത് നെപ്റ്റ്യൂണിന്റെ അരികിൽ നിന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായി. അതും നിങ്ങളുടെ ആ ഒരു ലിമ പ്രൊജക്റ്റുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം. മാത്രമല്ല നിങ്ങളെയും നിങ്ങളുടെ ടീമിനെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു സംഘം അങ്ങോട്ടേക്ക് വരികയാണ്. പരമാവധി ഞങ്ങളോട് നിങ്ങൾ സഹകരിക്കണം. അവിടെ എന്താ നിങ്ങൾ കണ്ടെത്തിയ ആ കാര്യങ്ങളും ഞങ്ങളോട് പറയണം. സോ അങ്ങനെ ഒരു സന്ദേശം അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. എന്നിട്ട് അങ്ങനെ കാത്തിരിക്കുകയാണ്. എന്നാൽ യാതൊരു റെസ്പോൺസും തിരിച്ചു കിട്ടുന്നില്ല. കുറെ നേരം കാത്തുനിന്നു. ഇവരെല്ലാവരും ആകെ നിരാശയിലാകാണ്. ഒരു തവണ കൂടെ മെസ്സേജ് അയച്ചു നോക്കാന്ന് റോയ് പറയുമ്പോൾ അതിപ്പോ തന്നെ വേണ്ടെന്ന് പറയണം. ഒന്ന് റിലാക്സ് ആവാനും ഒരു ഫ്രീ ടൈം ഒക്കെ അവന് കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം വീണ്ടും മേജർ റോയ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇത്തവണ ഈ സ്പേസ് കോം എഴുതി കൊടുത്തതുപോലെ അല്ലാതെ അവൻ അവന്റെ മനസ്സുകൊണ്ട് അവന്റെ അച്ഛനോട് സംസാരിക്കുകയാണ്. അതായത് ഒരു അച്ഛനും മകനും തമ്മിൽ എത്രത്തോളം ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ ചെറുപ്പകാലത്തിലൊക്കെ നടന്നിട്ടുണ്ടാവും. അതുപോലെ ആ രീതിയിൽ മേജർ റോയ് ഇപ്പോൾ അവന്റെ അച്ഛൻ ക്ലിഫോർഡിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു മെസ്സേജ് വെച്ചു. കുറെ നേരം കഴിഞ്ഞു, യാതൊരു റെസ്പോൺസും ഇല്ല. എല്ലാവരും ആകെ നിരാശയിലാണ്. എന്നാൽ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഭയങ്കര ഹൈ പൊസിഷനിലിരിക്കുന്ന ഒരു ലേഡി വന്നിട്ട് മേജർ റോയോട് പറയാണ്, ഇനി നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കുമെന്ന്. ഇത് കേട്ട് അമ്പരന്ന് പോയ മേജർ റോയ് ചോദിക്കുകയാണ്, വാട്ട്, നിങ്ങൾ എന്തീ പറയുന്നത്? തിരിച്ചു പോകാനോ? നിങ്ങൾ എന്ത് ദൗത്യത്തിന് എന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? അത് പൂർത്തിയാക്കാതെ ഞാൻ എങ്ങനെയാണ് തിരിച്ചു പോവുക? എനിക്കറിഞ്ഞേ പറ്റുള്ളൂ എന്റെ അച്ഛനും അദ്ദേഹത്തിന്റെ കൂടെ പോയവർക്കും എന്താ പറ്റിയെന്ന്. അതുകൊണ്ട് ഈ മിഷൻ തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും, ഞാൻ പോവില്ല എന്ന് പറയാണ്. എന്നാൽ ആ ലേഡി പറഞ്ഞത്, ഒരിക്കലും നിങ്ങൾ ഫിസിക്കലി മെന്റലി ഇതിന് വേണ്ടിയിട്ട് ഫിറ്റ് അല്ല. നിങ്ങൾക്ക് ഇനി ഇവിടെ നിൽക്കാനോ ഈ ഒരു മിഷനിൽ തുടരാനോ പറ്റില്ല. എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചു പോകണമെന്ന് പറയാണ്. അവിടെ വെച്ച് കൂടുതലായിട്ടൊന്നും തർക്കിക്കാൻ നമ്മുടെ മേജർ റോയ്ക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭൂമിയിലേക്ക് തിരിച്ചു പോവാം എന്നുള്ള കാര്യത്തിൽ അവൻ സമ്മതം മൂളാണ്, ഒരു താല്പര്യമില്ലാതെ. പക്ഷെ അതിന് മുന്നേ ആയിട്ട് വീണ്ടും അവന്റെ മൈൻഡും ശരീരമൊക്കെ ഒന്ന് റിലാക്സ് ആവാനായിട്ട് ആ ഒരു മുറിയിലേക്ക് അവനെ മാറ്റണം. ആ ഒരു മുറിയിൽ പോയിട്ട് അവൻ അങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു മുറിക്ക് തന്നെ വല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഭൂമിയിലുള്ളതുപോലെയുള്ള അന്തരീക്ഷം സ്ക്രീനിലൂടെ അത് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതിലൂടെ നമ്മുടെ മൈൻഡിനെ ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാൻ കഴിയും. പക്ഷേ അവിടെ അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും മേജർ റോയുടെ മൈൻഡിൽ വേറെ കുറെ ചോദ്യങ്ങളാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അച്ഛൻ എന്താ പറ്റിയത്? എന്ത് ചെയ്യണമെന്ന് അവന് യാതൊരു ഐഡിയ ഇല്ല. ഇതേ സമയത്താണ് അങ്ങോട്ടേക്ക് ഹെലൻ വരുന്നത്. ഹെലൻ വന്ന വാർഡ് തന്നെ നമ്മുടെ റോയോട് ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. 5 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ നിന്നും ചൊവ്വാഗ്രഹത്തിൽ നിന്നും നെപ്റ്റ്യൂണിന്റെ അരികിലേക്ക് ഒരു സ്പേസ് ഷിപ്പ് പോവാൻ നിൽക്കുകയാണ്. എന്താണ് അവരുടെ യഥാർത്ഥ ഉദ്ദേശം എന്നുള്ളത് എനിക്ക് കൺഫേം ആയിട്ട് അറിയില്ല. എന്നിരുന്നാലും ചില സംശയങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തിനാണ് മേജർ റോയ് നീ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. എന്നാൽ നിന്റെ അച്ഛൻ നടത്തിയ അല്ലെങ്കിൽ ലീഡ് ചെയ്ത ആ ഒരു ലിമ പ്രൊജക്റ്റുമായിട്ട് നിനക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിനക്ക് മാത്രമല്ല, അതുമായിട്ട് എനിക്കും ചെറിയൊരു ലിങ്ക് ഉണ്ട്. കാരണം നിന്റെ അച്ഛന്റെ കൂട്ടത്തിൽ പോയ 2 ആസ്ട്രോണറ്റ് അതിന്റെ പാരന്റ്സ് ആയിരുന്നു. അവർക്കും എന്താണ് വ്യക്തമായിട്ട് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. നീ എന്തായാലും പുറത്തേക്ക് പോവാ. ഇവിടെ നിൽക്കേണ്ട. വേറൊരു സീക്രട്ട് ആയിട്ടുള്ള കാര്യം നിന്നോട് എനിക്ക് ഷെയർ ചെയ്യാണ്ട്. അങ്ങനെ മറ്റൊരു ഭാഗത്തേക്ക് ഈ ഒരു ഹെലൻ റോയെ കൂട്ടിയിട്ട് പോവാണ്. ഇതിനുശേഷം ഹെലൻ റോയ്ക്ക് ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് ഈ ഒരു സ്പേസ് കോം എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, അത് റോയ്ക്ക് കാണിച്ചു കൊടുക്കാത്ത ഒരു കാര്യം. അവിടെ നിന്നും വേറെ 2 മെസ്സേജ് വന്നിട്ടുണ്ട്. ഇതുവരെയായിട്ട് മേജർ റോയെ അത് ഇവർ കാണിച്ചിട്ടില്ല. ഒന്നാമത്തേത് അവിടെ നിന്നും ഭയങ്കരമായിട്ടുള്ള കരച്ചിലോട് കൂടിയിട്ടുള്ള ഒരുപാട് പേരുടെ നിലവിളിയുടെ ആ ഒരു ഓഡിയോ റെക്കോർഡ്. ഇതിനുശേഷം രണ്ടാമത് മേജർ റോയുടെ അച്ഛനുണ്ടല്ലോ ക്ലിഫോർഡ്, അദ്ദേഹം എടുത്തയച്ച ഒരു വീഡിയോ സന്ദേശം. അദ്ദേഹം ആ ഒരു വീഡിയോയിൽ പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ലിമ പ്രൊജക്ട് അത് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോവാണ്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്ന ഈ ഒരു മിഷനിൽ ഒരുപാട് മിസ്റ്റേക്കുകൾ പല തവണയായിട്ട് വരാൻ തുടങ്ങി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെക്നിക്കൽ ഇഷ്യൂ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നുമല്ല. എന്റെ കൂടെ വന്നിരുന്ന എന്റെ ടീം മെമ്പേഴ്സ് ഇങ്ങനെ ഭൂമിയിൽ നിന്നും ഒരുപാട് ദൂരത്തേക്ക് ഇവർ വന്നതുകൊണ്ട് തന്നെ ഇവരുടെ മൈൻഡ് ആകെ കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി. അവരുടെ വീട്ടിൽ നിന്നും ഭൂമിയിൽ നിന്നും ഒരുപാട് ഏതോ ദൂരത്തേക്ക് അകലേക്ക് ഇവർ എത്തിയിരിക്കുകയല്ലേ. മനുഷ്യരാശി ഇന്ന് വരെ പോവാത്ത അത്രയും ദൂരത്തേക്ക് ഇവർ വന്നിരിക്കുകയാണ്. സോ അവരുടെ മൈൻഡിൽ ഒരു ഏകാന്തത അവർക്ക് ഫീൽ ആവുകയാണ്. അവർക്ക് എന്തൊക്കെയോ നഷ്ടമാകുന്നത് പോലെ തോന്നി. പിന്നീട് അവർക്ക് മാനസികമായ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അവർക്ക് തിരിച്ചു പോകണം എന്നുള്ള ഒരു ചിന്ത മാത്രം
മാത്രമായി. അവരുടെ ലക്ഷ്യം എന്താണെന്ന് അവർ മറക്കാൻ തുടങ്ങി. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും അവർ കേൾക്കാതെയായി. അവർക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു പോകണം എന്നുള്ള ആ ഒരു ചിന്തയിൽ മാത്രം എന്നോട് ചോദിച്ചെങ്കിലും ഞാൻ അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം ഒരു വയലന്റ് ആവാൻ തുടങ്ങി. ആ ഒരു സ്പേസ് ഷിപ്പിന് പല ഡാമേജുകളും ഇവരുണ്ടാക്കാനായിട്ട് ആരംഭിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വേറൊരു വഴിയും കണ്ടില്ല. സോ ഞാൻ അവരെല്ലാവരെയും കൊന്നു കളഞ്ഞു എന്ന് പറയാണ്. എന്റെ ലക്ഷ്യം അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാതെ എനിക്കൊരു വിശ്രമമില്ല. അതുപോലെ തന്നെ എനിക്ക് കണ്ടുപിടിക്കണം ഇന്റലിജന്റ് ലൈഫ് അത് ഈ ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. മാത്രമല്ല ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അതായത് ആ ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾക്ക് കിട്ടിയ ആ ഒരു ദൗത്യത്തിൽ വല്ലാതെ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. അത് കണ്ടുപിടിച്ചേ മതിയാവോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവന്റെ അച്ഛൻ പോയിട്ടുണ്ട്. അതാണ് കൂടെയുള്ള ആൾക്കാർ തിരിച്ചു പോകാം എന്ന് വാശി പിടിച്ചിട്ടും അവരെല്ലാം കൊന്നു കളഞ്ഞ് അവന്റെ അച്ഛൻ ഒറ്റയ്ക്ക് ആ ഒരു മിഷനുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത്. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മുടെ മേജർ റോയി അറിഞ്ഞ സമയത്ത് അവൻ വല്ലാതെ ഷോക്കായി പോകുന്നുണ്ട്. ഇതിനുശേഷം ഹെലൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാണ്. അതായത് മേജർ റോയിയുടെ അച്ഛൻ ക്ലിഫോർഡ് ഇത്രയും കാലം മരണപ്പെട്ടു എന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു കിംവദന്തി ഉണ്ടാക്കിയത് തന്നെ ഈ കമ്പനിയാണ് സ്പേസ് കോം. അതായത് അവർക്കൊരു ഫോൾട്ട് പറ്റി എന്നുള്ളത് പുറം ലോകം അറിയാതിരിക്കാനായിട്ട് ആ ഒരു മിഷൻ ഫെയിലായി. ഇവർ സ്പേസിൽ എവിടെയോ മിസ്സായി പോയി എന്ന് പറയുകയാണെങ്കിൽ അവിടെ കൂടുതൽ വിശദീകരണത്തിന്റെ ഒരു ആവശ്യമില്ലല്ലോ. എന്നാൽ സംഭവിച്ച യഥാർത്ഥ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവിടെ ഈ ഒരു കമ്പനിക്ക് ഒരുപാട് വിശദീകരണങ്ങൾ കൊടുക്കേണ്ടി വരും. ഇവരുടെ ആ ഒരു ഇമേജ് തന്നെ ഇല്ലാതാകും. സോ അതുകൊണ്ടാണ് ഈ ഒരു ക്ലിഫോർഡിനെ ഒരു ഹീറോയാക്കി മാറ്റി ഇവരെല്ലാവരും സ്പേസിൽ എവിടെയോ നഷ്ടമായി എന്ന രീതിയിൽ ഈ സ്പേസ് കോം ഇങ്ങനെ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ ഈ സ്പേസ് കോമിന് അവരുടെ ആ ഒരു ഇമേജ് നിലനിർത്താനായിട്ട് അവരെന്ത് വേണമെങ്കിലും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു 5-6 മണിക്കൂറിന് ശേഷം ഇവിടെ നിന്നും ഒരു സ്പേസ് ഷിപ്പ് പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. മിക്കവാറും അവർ ചെയ്യാൻ പോകുന്നത് ഇവിടെ നിന്നും ഒരു ന്യൂക്ലിയർ വെപ്പൺ കൊണ്ടുപോയിട്ട് നിന്റെ അച്ഛൻ ഇരിക്കുന്ന ആ ഒരു സ്പേസ് ഷിപ്പ് അതിനെ ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ച് തകർക്കാനാണ്. അതായിരിക്കും മിക്കവാറും അവരുടെ ആ ഒരു പദ്ധതി. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയട്ടെ, നിന്റെ അച്ഛൻ കൊന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ എന്റെ പാരന്റ്സ് ഉണ്ട്. സോ റിയലി അവന്റെ അച്ഛന് ഒരു രാക്ഷസനായി മാറിയിരിക്കുകയാണ്. അയാളുടെ ലക്ഷ്യം എല്ലാം ഓക്കെ, പക്ഷെ അതിനുവേണ്ടി വേറെ കുറെ ആൾക്കാർ ഇയാളെ കൊന്നിരിക്കുകയാണ്. അതെല്ലാം കുറച്ച് കടന്ന കൈയല്ലേ. ഇവിടെ വെച്ച് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മുടെ റോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പൊ ഒരു കാര്യം ചോദിക്കുകയാണ്, എനിക്ക് ഇവിടെ നിന്നും പുറപ്പെടാൻ നിൽക്കുന്ന ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് കയറാൻ കഴിയോ? എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ അതിൽ കയറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ കഴിയും. ഇവർ ഈ ചെയ്യാൻ പോകുന്ന മിഷനിൽ എനിക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെലൻ പറയുന്നത് പൂർണ്ണമായിട്ടും എനിക്ക് നിന്നെ കൊണ്ടുപോയിട്ട് അതിൽ കയറ്റാൻ പറ്റില്ല, എന്നാൽ അതിന്റെ ഒരു ഭാഗം വരെ എനിക്ക് നിന്നെ എത്തിക്കാൻ കഴിയും. വേഗം തന്നെ ഇപ്പൊ മേജർ റോയുമായിട്ട് ഈ ഹെലൻ ഒരു റോവറിൽ അങ്ങോട്ടേക്ക് പോവാണ്. കുറച്ച് അകലെയായിട്ടാണ് ഈ സ്ഥലമുള്ളത്. അങ്ങനെ ആ ഒരു റോക്കറ്റ് ഇത് ലോഞ്ച് ആവാൻ നിൽക്കുന്ന അതിന് കുറെ ഇപ്പുറത്തായിട്ട് ഒരു വലിയ ടണൽ ഉണ്ടായിരുന്നു. ആ ടണൽ വരെ ഇപ്പൊ റോയെ കൊണ്ടാക്കിയിട്ടുണ്ട്. ഇനി എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു മാപ്പും ഇപ്പൊ ഹെലൻ അവളുടെ കയ്യിൽ കൊടുക്കുകയാണ്. സോ ഇതിനുശേഷം ഹെലൻ അവിടുന്ന് പോയി ആ ടണലിന്റെ ഉള്ളിലേക്ക് റോയ് ഇറങ്ങുകയാണ്. കുറച്ച് ദൂരം അതിലൂടെ അങ്ങനെ പോയ സമയത്ത് ഒരു വെള്ളക്കെട്ടിന്റെ ഉള്ളിലേക്ക് അവൻ എത്തുകയാണ്. അതായത് റോക്കറ്റ് ഇവിടുന്ന് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള ഷോക്ക് വേവ് ചുറ്റുമായിട്ട് വാപി. സോ അതുപോലെ ഉണ്ടാകുന്ന ഷോക്ക് വേവുകളെ തടുക്കാനായിട്ടാണ് ഈ അടിയിൽ ഇത്രയും ലിറ്റർ കണക്കിന് വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ആ വെള്ളത്തിലൂടെ ഇപ്പൊ മേജർ റോയ് അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ ഈ റോക്കറ്റിന്റെ അടിഭാഗത്തേക്ക് അവൻ എത്തിയിട്ടുണ്ട്. വളരെ സാഹസികമായിട്ട് തന്നെ തീ തുപ്പാൻ പോകുന്ന ഈ റോക്കറ്റ് എഞ്ചിന്റെ ഇടയിലൂടെ എങ്ങനെയൊക്കെയോ കയറി 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 ഇതിന്റെ ഉള്ളിലേക്ക് അവൻ എത്തുന്നുണ്ട്. അപ്പോഴേക്കും ഈ ഒരു റോക്കറ്റ് ലോഞ്ച് ആവുകയാണ്. അവനൊരു ഇത്തിരി വൈകിയായിരുന്നെങ്കിൽ ഇതിന്റെ ആ ഒരു തീനാളത്തിൽപ്പെട്ട് അവൻ കരിഞ്ഞു പോയനെ. എന്തായാലും അതിന്റെ ഉള്ളിലേക്ക് അവനിപ്പോ എത്തിയിട്ടുണ്ട്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ മേജർ റോയെ കണ്ടപ്പോൾ അതിനുള്ളിൽ ബാക്കി ഉണ്ടായിരുന്ന ഈ ആസ്ട്രോനറ്റ് ഇവരെല്ലാവരും ആകെ ഷോക്കായി പോവാണ്. എന്തിനാണ് പെർമിഷൻ ഇല്ലാതെ ഇങ്ങോട്ട് കയറി വന്നത്? സോ ഈ ഒരു കാര്യം ഈ ആസ്ട്രോനറ്റ് ചോദിക്കുന്നുണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഈ ഒരു കാര്യം സ്പേസ് കോം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഒരു ഉത്തരവ് കൊടുക്കുകയാണ്. പെർമിഷൻ ഇല്ലാതെയാണ് റോയ് ഇതിന്റെ ഉള്ളിലേക്ക് വന്നത്. പരമാവധി പറ്റുന്ന വേഗത്തിൽ അവനെ കൊന്നു കളയാൻ പറയാണ്. സോ ബാക്കിയുള്ള ആസ്ട്രോനറ്റ് വന്നിട്ട് നമ്മുടെ മേജർ റോയെ ആക്രമിക്കാൻ നോക്കുകയാണ്. എന്നാൽ അവർ തമ്മിൽ ഉണ്ടായിരുന്ന ആ ഒരു മൽപ്പിടുത്തത്തിൽ അവിടെ തന്നെ ഒരു ഗ്യാസ് ലീക്കേജ് സംഭവിച്ച് അത് ശ്വസിച്ചുകൊണ്ട് ബാക്കിയുള്ളവർ മരണപ്പെടുകയാണ്. ആകെ ബാക്കിയായത് നമ്മുടെ റോയ് മാത്രമായിരുന്നു. പക്ഷെ അവൻ മനഃപൂർവ്വം ഇവരെല്ലാവരെയും കൊല്ലാൻ വേണ്ടി അങ്ങനെ ചെയ്തതൊന്നുമല്ല കേട്ടോ. എല്ലാവരും മരണപ്പെട്ടു പോയി. ഇപ്പൊ അവരുടെ ആ ഒരു ബോഡി സ്പേസിലേക്ക് തന്നെ റോയ് കളയാണ്. പിന്നീട് ഈ ഒരു സ്പേസ് കോമിന് വേണ്ടിയിട്ട് അവനൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. ഇത് എന്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾക്കുള്ള അവസാനത്തെ മെസ്സേജ് ആണ്. നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചത് ലീമ പ്രൊജക്ട് അതിനെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയല്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാനത് ചെയ്തു തീർത്തിരിക്കും. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് അറിയേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളുണ്ട്, അതെനിക്കറിയണം. സോ അത് തേടിക്കൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഇങ്ങനെ അവസാനം ഒരു മെസ്സേജ് സ്പേസ് കോമിന് അയച്ചുകൊണ്ട് മേജർ റോയ് ആ ഒരു ഷിപ്പുമായിട്ട് ഇപ്പൊ ചൊവ്വാഗ്രഹത്തിന്റെ അരികിൽ നിന്ന് നേരെ നെപ്റ്റ്യൂണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അത്യാവശ്യം ദൈർഘ്യമേറിയ ഒരു യാത്ര തന്നെയായിരുന്നു. ഒരുപാട് ദിവസങ്ങൾ എടുക്കും അങ്ങോട്ടേക്ക് എത്താനായിട്ട്. മാത്രമല്ല അവൻ ആ ഒരു സ്പേസ് ഷിപ്പിൽ ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് തന്നെ ഏകാന്തത, ഡിപ്രഷൻ ഇതെല്ലാം അവനെ വല്ലാതെ ബാധിക്കുകയാണ്. ആ യാത്രയിൽ അവന്റെ പ്രിയപ്പെട്ട ഭാര്യ അവൻ ഓർക്കുന്നുണ്ട്. ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ട് അവന്റെ ലൈഫിലേക്ക് വന്ന ഭാര്യയെ പലതവണ അവൻ ഒറ്റയ്ക്കാക്കിയിട്ടുണ്ട്. ഈ ജോലിയുടെ പേരിൽ ജോലിക്കാണ് അവൻ പ്രയോറിറ്റി കൊടുക്കുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അവളെ ലൈഫിലേക്ക് കൊണ്ടുവന്നത്? അവളും ആ ഒരു ഏകാന്തത അനുഭവിക്കുന്നുണ്ട്. ഇതാ മറ്റൊരു ഭാഗത്ത് ജോലി എന്ന പേരിൽ ഇവനും ഏകാന്തത അനുഭവിക്കുകയാണ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്ന് ആ ഒരു യാത്രയിൽ അവനിങ്ങനെ അവന്റെ മൈൻഡിലൂടെ ചിന്തിക്കുകയാണ്. ആ പോകുന്ന വഴിയിൽ അതായത് നെപ്റ്റ്യൂണിലേക്ക് അവൻ എത്തുന്നതിന് മുന്നേ ആയിട്ട് പല ഗ്രഹങ്ങളും താണ്ടി വേണം പോവാൻ. ഇതെല്ലാം നേരിട്ട് കണ്ടുകൊണ്ട്
പ്രപഞ്ചത്തിലെ ആ ഒരു വിസ്മയം അത് കണ്ടുകൊണ്ടാണ് അവൻ പോകുന്നത്. എന്നാൽ ആ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അതൊരു വിസ്മയമായിട്ടൊന്നും അവന് തോന്നുന്നില്ല. അവിടെ പോയിട്ടുണ്ടെങ്കിൽ പ്രൊജക്ട് ലീമ അതിനെ പൂർണ്ണമായിട്ടും തകർക്കാനുള്ള ആ ഒരു ന്യൂക്ലിയർ വെപ്പണും കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ടും അവനിപ്പോ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ ഹിരോഷിമയിലും നാഗസാക്കിയിലും കിട്ടതുപോലെയുള്ള വലിയൊരു സംഭവമൊന്നുമല്ല. ഇതൊരു ഷിപ്പ് തകർക്കാനല്ലേ, അപ്പൊ അതിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്, അതായത് ചെറിയൊരു ന്യൂക്ലിയർ വെപ്പൺ. എന്തായാലും ഒരുപാടധികം ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവൻ അവസാനം നെപ്റ്റ്യൂൺ എന്ന ആ ഒരു നീല ഗ്രഹത്തിനരികിലേക്ക് എത്തുകയാണ്. അതിനുശേഷം അതിന്റെ ചുറ്റുഭാഗം നന്നായിട്ട് പരിശോധിച്ച സമയത്ത് എവിടെയാണ് അവന്റെ അച്ഛനുള്ള ആ ഒരു സ്പേസ് ഷിപ്പ്, അതായത് ലീമ പ്രൊജക്ട്, അതെവിടെയാണ് അതിന്റെ ആ ഒരു ലൊക്കേഷൻ അവൻ ഫൈൻഡ് ചെയ്തു. എന്നാൽ അവന്റെ ഷിപ്പ് കൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റില്ല. കാരണം നെപ്റ്റ്യൂണിന് വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഉൽക്കകളുടെ കഷ്ണം അതിനിടയിലൂടെ അവന്റെ ഈ ഒരു ഷിപ്പ് കൊണ്ടുവന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു ചെറിയ പേടകം ഉപയോഗിച്ചുകൊണ്ട് അവൻ ആ ഒരു വലയത്തിന്റെ ഇടയിലൂടെ പോകാൻ ആരംഭിക്കുകയാണ്. എന്നാൽ ആ യാത്ര അതത്ര എളുപ്പമായിരുന്നില്ല. ആ ഉൽക്കകളെല്ലായിരുന്നു പ്രധാന ശത്രുക്കൾ. ഇടയ്ക്കിടയ്ക്ക് ഈ ലീമ പ്രൊജക്റ്റിൽ നിന്നും ഉണ്ടാവുന്ന ആ ഒരു പവർ സെർച്ച് ഇത് കാരണം തന്നെ അവൻ പൊക്കോണ്ടിരിക്കുന്ന ആ ഒരു ചെറിയ ക്യാപ്സ്യൂളിന് ഡാമേജ് വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ക്യാപ്സ്യൂളിന് ഇവൻ തേടി വന്ന അവന്റെ അച്ഛനൊക്കെയുള്ള ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതുമായിട്ട് ഡോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, ആ ചെറിയ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ നിന്നും അവനായിട്ട് പുറത്തിറങ്ങിയിട്ട് നേരിട്ട് ഈ ഷിപ്പിന്റെ ഉള്ളിലേക്ക് കയറുക. ഇവൻ ഇറങ്ങുമ്പോൾ അതിന്റെ കൂടെ തന്നെ കയ്യിലുണ്ടായിരുന്ന ന്യൂക്ലിയർ വെപ്പണും കയ്യിലേക്ക് എടുക്കുകയാണ്. എന്തായാലും അതിൽ നിന്നും നമ്മുടെ ഈ ഒരു റോയ് ഇറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഒരു ക്യാപ്സ്യൂള് ഇവിടെ നിന്നും കുറച്ച് അകലേക്ക് തെന്നി മാറി പോവാണ്. എന്തായാലും ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ എടുത്തുകൊണ്ട് ഈ ഷിപ്പിന്റെ ഉള്ളിലേക്ക് അവനിപ്പോ കയറുന്നുണ്ട്. പക്ഷേ അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ പ്രത്യേകിച്ച് ആരെയും കാണാൻ കഴിയുന്നില്ല. ആ ഒരു ഷിപ്പിന്റെ പല ഭാഗത്തൂടെ ഒഴുകി നടക്കുന്ന ശവങ്ങൾ മാത്രമാണ് അവനിപ്പോ കാണുന്നത്. അങ്ങനെ വീണ്ടും അതിനുള്ളിലേക്ക് പോയ അവൻ ആ കാര്യം നേരിട്ട് കാണുകയാണ്. എന്താണ്, അവന്റെ അച്ഛനെ മരിച്ചു എന്ന് കരുതിയ അവന്റെ അച്ഛനെ അവൻ നേരിട്ട് കാണുകയാണ്. എന്നാൽ എന്തെന്നറിയില്ല, ആ മനുഷ്യനിപ്പോ കുറച്ച് പരുക്കനാണ്. അത്ര നല്ല രീതിയിലല്ല നമ്മുടെ മേജർ റോയോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും. എന്തായാലും അച്ഛനെ കണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് വാ നമുക്ക് ഭൂമിയിലേക്ക് പോകാം, വീട്ടിലേക്ക് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ ഒരു കെണൽ കിഫോർഡ് പറയുന്നത്, വീടോ, ഏത് വീട്, ഇതാണ് എന്റെ വീട്, ചെയ്തു തീർക്കാൻ പറ്റാത്ത അത്രയും ഇൻഫിനിറ്റ് എമൗണ്ടിൽ ജോലി ഇവിടെ ഉണ്ട്, എനിക്ക് അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറയാണ്. മാത്രമല്ല ഈ ഒരു മനുഷ്യൻ മാനസികമായിട്ട് വേറെ എന്തൊക്കെയോ ഒരു അവസ്ഥയിലായിരുന്നു. ഏകാന്തതയും നിരാശയും എല്ലാം ഈ ഒരു മനുഷ്യനെ ബാധിച്ചിരുന്നു. എന്നാൽ എന്തൊക്കെയോ പറഞ്ഞ് നമ്മുടെ റോയ് അവന്റെ അച്ഛനെ ആ ഒരു സ്പേസ് സ്യൂട്ടിൽ അണിയിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് ആ മനുഷ്യന്റെ മനസ്സ് വിങ്ങി പൊട്ടുകയായിരുന്നു. കാരണം തന്റെ മകനെ പോലെ ധൈര്യമുള്ള ആത്മവിശ്വാസമുള്ള ഒരു ആസ്ട്രോണറ്റിനെ കൂടെ കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു ജോലി കുറച്ചുകൂടെ നന്നായിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമായിരുന്നു. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു സ്പേസ് സ്യൂട്ടും കാര്യങ്ങളൊക്കെ ധരിപ്പിച്ചുകൊണ്ട് നേരെ ഈ പേടകത്തിന്റെ ഉള്ളിൽ നിന്നും അവന്റെ അച്ഛനെ അവൻ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കിയ ബാക്കിയുള്ള ആസ്ട്രോണറ്റ് അവർ തന്നെയാണ് ശരിക്കും ഇതിനെ ഡാമേജ് ചെയ്യാൻ നോക്കിയതും അതിലൂടെ ഈ പവറുള്ള പവർ സെർച്ചുകൾ ഉണ്ടായതും. എന്തായാലും ഇവർ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ മേജർ റോയുടെ കയ്യിലുള്ള ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ ഉപയോഗിച്ചുകൊണ്ട് ഈ ഷിപ്പിനെ എന്തായാലും തകർക്കണം. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ ഇതിന് ഉൾഭാഗത്ത് ചെയ്തു വെച്ചിട്ടാണ് മേജർ റോയ് പുറത്തേക്ക് വരുന്നത്. എന്നാൽ ഈ സമയത്ത് അവന്റെ അച്ഛൻ ഒരു പരിപാടി ഒപ്പിക്കുകയാണ്. ഇവർക്ക് രക്ഷപ്പെട്ടു പോകാനായിട്ട് ഇവരെ പരസ്പരം ബന്ധിപ്പിച്ച ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നു. ഇതിന്റെ കൺട്രോൾ ഇയാൾ അങ്ങോട്ട് ഊരിക്കളയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പേസിൽ വളരെ വേഗത്തിൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുകയാണ്. അതായത് ആ ഒരു മനുഷ്യൻ ഒരിക്കലും ജീവിക്കണം എന്നൊരു ആഗ്രഹമില്ല, തിരിച്ചു പോകാൻ ഒരു താല്പര്യമില്ല. എന്നാൽ റോയ്ക്ക് അവന്റെ അച്ഛനെ വിട്ട് കളയാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആ ഒരു ബെൽറ്റിൽ പിടിച്ച് പതിയെ പതിയെ അവൻ അരികിലേക്ക് അച്ഛൻ അങ്ങനെ വലിച്ചെടുത്തോണ്ട് നിൽക്കുക. എന്നാൽ അവൻ അരികിലേക്ക് വന്നു. അവൻ പിടിക്കാൻ നോക്കിയപ്പോഴും ഇയാൾ കുതറി മാറി മരിക്കാൻ തന്നെ നോക്കുകയാണ്. കാരണം ഈ മനുഷ്യന് അദ്ദേഹത്തിന് നിരാശ ബാധിച്ചിരിക്കുകയാണ്. ഒരു വലിയ ദൗത്യത്തിന് വന്നു, അത് പൂർത്തീകരിക്കാത്തത് കൊണ്ട് തന്നെ അതിന്റെ ആ ഒരു വിഷമം, ഈ പറഞ്ഞതുപോലെ തന്നെ നിരാശ, ഇത് ഇയാളുടെ മൈൻഡിനെ വല്ലാതെ ബാധിച്ചു. ഇയാൾക്ക് ഇനി ജീവിക്കേണ്ട താല്പര്യമില്ല. അപ്പൊ ആ രീതിയിൽ റോയോട് കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാണ്. ഒരു രക്ഷയില്ല. ഇയാൾ തന്നെ പിന്നീട് ആ ഒരു ബെൽറ്റ് ഊരിക്കളിയാണ്. ഇതിനുശേഷം ഈ ഒരു നെപ്റ്റ്യൂണിനടിയിലേക്ക് പയ്യെ 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 ഫ്രീ ഫോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആര്, കേണൽ ക്ലിഫോർഡ്. കാരണം അദ്ദേഹത്തിന് മടുത്തിട്ടുണ്ട്. ഒരു ലൈഫിൽ ചെയ്യാൻ പറ്റുന്നതിന്റെ മാക്സിമം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അച്ഛനെ നോക്കിയിട്ട് ഒരു വേദനയോടെ നിൽക്കുകയല്ലാതെ ഇപ്പൊ നമ്മുടെ മേജർ റോയ്ക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇതിനുശേഷം വേഗം തന്നെ റോയ് ആ ഒരു പേടകത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ നിന്നും അതിന്റെ ദിശ നിയന്ത്രിക്കുന്ന ഒരു പ്ലേറ്റ് ഉണ്ട്, അത് ഊരിയെടുക്കുകയാണ്. എന്നിട്ട് അത് അവന്റെ മുൻഭാഗത്തേക്ക് വെച്ചിട്ട് ഇവരുടെ സ്പേസ് സ്യൂട്ടിൽ തന്നെ ചെറിയ റോക്കറ്റ് പുഷർ ഉണ്ടാവും. ഈ പുഷറുമായിട്ട് നേരെ മുന്നോട്ടേക്ക് പോവാണ്. ഒരു പടച്ചട്ട പോലെ തന്നെ ആ ഒരു പീസ് ഉപയോഗിക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഈ നെപ്റ്റ്യൂണിന്റെ ചുറ്റുമായിട്ട് ഒരു വലയില്ലേ, അതിൽ ചെറിയ ചെറിയ കല്ലുകളാണ്. ആ കല്ല് ഡയറക്റ്റ് ആയിട്ട് അവന്റെ സ്യൂട്ടിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ ഡാമേജ് ആവും. അതുകൊണ്ടാണ് ഇതുപോലെ ഒരു സ്റ്റീലിന്റെ കവർ ഉപയോഗിച്ചുകൊണ്ട് അവൻ അങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത് അവൻ ആ ഒരു ഷിപ്പിൽ വെച്ച് കണ്ട കാര്യങ്ങൾ അവന്റെ മൈൻഡിലേക്ക് അങ്ങനെ ഓർക്കുകയാണ്. അതായത് ലൂമ എന്ന ആ ഒരു പ്രൊജക്ട് വഴി അവന്റെ അച്ഛൻ ഒരുപാട് ഒബ്സർവേഷൻ, നിരീക്ഷണങ്ങൾ എല്ലാം നടത്തി. എത്രയോ ഗ്രഹങ്ങളെ അദ്ദേഹം കണ്ടുപിടിച്ചു, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് വിചിത്രമായിട്ടുള്ള ഒട്ടനവധി ഗ്രഹങ്ങൾ. എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അതിൽ ഒരെണ്ണത്തിൽ പോലും ജീവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ജീവിതകാലം മുഴുവൻ അദ്ദേഹം അതിനുവേണ്ടി മാറ്റിവെച്ചു. പക്ഷേ നിരാശ മാത്രമായിരുന്നു. എന്തായാലും അച്ഛൻ കണ്ടുപിടിച്ച എല്ലാ വിവരങ്ങളും ഇതെല്ലാം ശേഖരിച്ചുകൊണ്ട് നമ്മുടെ മേജർ റോയ് അവൻ വന്ന ആ ഷിപ്പിലേക്ക് തന്നെ പോവുകയാണ്. പോയി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഒരു ഷിപ്പ് കൊണ്ട് അവൻ പോവാതെ എന്തോ ഒന്നിനു വേണ്ടി അവൻ കാത്തിരിക്കുകയാണ്. അതായത്
ലൂമ പ്രൊജക്ട് അത് ചെയ്യുന്ന ഇവന്റെ അച്ഛന്റെ ആ ഒരു ഷിപ്പ് ഉണ്ടല്ലോ അത് പൂർണ്ണമായിട്ടും തകർക്കണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്നുണ്ടാവുന്ന ആ ഒരു പവർ സർജ് അത് പിന്നീട് ഇല്ലാതിരിക്കുകയുള്ളൂ, അതിനെ നശിപ്പിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂക്ലിയർ വെപ്പൺ പൊട്ടാനായിട്ട് അവൻ കാത്തിരിക്കുകയാണ്. അതിന് വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഒരു ന്യൂക്ലിയർ വെപ്പൺ അത് പൊട്ടിക്കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള ഒരു ബ്ലാസ്റ്റ് ഉണ്ടാവും, അതിനുശേഷം അതിശക്തമായിട്ടുള്ള ഒരു ഷോക്ക് വേവ്, ഒരു പുഷും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ന്യൂക്ലിയർ എക്സ്പ്ലോഷന് ശേഷമുള്ള ആ ഒരു ഷോക്ക് വേവ് പുഷ് അത് അവന് വേണമായിരുന്നു. അതെന്തിനാ വെച്ചാൽ അവന്റെ ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതിനെ കുറച്ചധികം വേഗത്തിൽ സ്പേസിലൂടെ തള്ളിക്കൊണ്ടുപോകാനായിട്ട്. കാരണം എക്സ്റ്റേണലി ഭയങ്കരമായിട്ടുള്ള ഒരു ഫോഴ്സ്, ഒരു തള്ളല് ഇതിന് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചധികം വേഗത്തിൽ ഇതിന് പോകാൻ കഴിയും. എന്തായാലും കുറച്ചധികം ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ മേജർ റോയ് സേഫ് ആയിട്ട് തന്നെ ഭൂമിയിലേക്ക് എത്തുകയാണ്. അവന്റെ അച്ഛൻ ശേഖരിച്ച എല്ലാ വിവരങ്ങളും ഇപ്പോൾ സ്പേസ് കോമിന് കൈമാറുന്നുണ്ട്. മാത്രമല്ല അവന്റെ ഈ ഏറെ നാളത്തെ സാഹസികമായിട്ടുള്ള ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഇവന്റെ ഈ ഒരു യാത്ര, അതിലൂടെ ജീവിതത്തിന്റെ അർത്ഥം എന്താണെന്ന് അവൻ മനസ്സിലാക്കി. അതായത് ഫാമിലി, റിലേഷൻ, അതിനൊക്കെ എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് അവൻ മനസ്സിലാക്കി. അച്ഛനോടുള്ള ആ ഒരു സ്നേഹം, നഷ്ടപ്പെട്ട ബന്ധങ്ങൾ, ഇതെല്ലാം ഈ ഒരു യാത്രയിൽ അവൻ റിയലൈസ് ചെയ്യാണ്. ഇനി ഒന്നിനെയും നഷ്ടപ്പെടുത്തില്ല എന്ന് അവൻ ഇപ്പൊ മനസ്സുകൊണ്ട് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ പ്രൊഫഷനേക്കാൾ, അവന്റെ ഈ ഒരു ജോലിയേക്കാൾ അവന്റെ മുൻഗണന അവന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയാണ്. അവളുമായിട്ട് പുതിയൊരു ലൈഫ് തന്നെ അവൻ തുടങ്ങുന്നുണ്ട്. ഇത്രയെല്ലാം കാണിച്ചുകൊണ്ട് സിനിമയോട് തീരുകയാണ്. ഇതുപോലുള്ള സ്പേസ് മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഇഷ്ടമാണെങ്കിൽ പറയണേ. ഞാൻ ഇതുപോലുള്ള വ്യത്യസ്തമായ ഒരുപാട് കഥകൾ ലോകത്തിലെ പല ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിലായാലും റഷ്യൻസിലായാലും ചൈനീസിലായാലും എല്ലാത്തിലും ഒരുപാട് ലാംഗ്വേജിൽ പല മൂവി ഇറങ്ങിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ, പിന്നെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.